നമസ്കാരം, ഞാൻ നിങ്ങൾക്ക് തിരുവനന്തപുരം കൊടുങ്ങാനൂർ ജംഗ്ഷൻ സമയം. കൊടുങ്ങാനൂർ ജംഗ്ഷനിൽ നിന്ന് വെറും 400 മീറ്റർ മാറി നമ്മളൊരു പ്രീമിയം പ്രോപ്പർട്ടിയാണ് എത്തിയിരിക്കുന്നത്. പ്രീമിയം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പ്രീമിയം. പൂർണ്ണമായി ചുടുകല്ലിലും തേക്കുന്നതിലും നിർമ്മിച്ച് ഒരു SBI ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫറായിൻ്റെ ബേസിൽ കൊടുക്കുന്ന ഒരു പ്രീമിയം പ്രോപ്പർട്ടി. വെറും 3 വർഷം പഴക്കമുള്ള 2850 സ്ക്വയർ ഫീറ്റ് 8 സെൻറ്റിലായിട്ടുള്ള പ്രോപ്പർട്ടി. പോകാം വിശേഷങ്ങളിലേക്ക്. Sinking in, I know this feels right. Catching a breeze, love moving through me like a wildfire, like a wildfire. അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ലാന്ന് പല വീഡിയോകളിലും പറയുമ്പോൾ തന്നെ ഇതും അക്ഷരാർത്ഥത്തിൽ ഞാൻ പറയുന്നു, മനസ്സിൽ തട്ടി പറയുന്നു. ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിൽ തട്ടി ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്ന പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഇതൊരു ബിൽഡിംഗ് ചെയ്ത് കൊടുക്കുന്ന ബിൽഡേഴ്സിൻ്റെ ഒന്നും കൊടുത്തതല്ല. ആ പുള്ളി ഓണായിട്ട് വെച്ചിട്ട് അവരെ സ്വന്തം ആവശ്യം നിർമ്മിച്ചിട്ട് ഈ ട്രാൻസ്ഫർ ബേസ് ചെയ്ത് മാത്രം കൊടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ബാങ്ക് ലോണോ മറ്റു കാര്യങ്ങൾക്ക് യാതൊരു തടസ്സമുണ്ടോ. ഓൾറെഡി SBI ലോൺ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാങ്ക് ലോണോ ലീഗൽ ഫോർമാലിറ്റിക്കൊന്നും യാതൊരു പ്രശ്നവുമില്ലാത്ത നല്ലൊരു പ്രോപ്പർട്ടി. ഞാൻ പറഞ്ഞ 8 സെൻറ്റ് സ്ഥലമാണ്. അകത്തേക്ക് കയറുമ്പോൾ കാർ പാർക്കിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അത്യാവശ്യം നമുക്ക് 3-4 കാർ പാർക്ക് ചെയ്യാൻ പറ്റുന്ന അതിവിശാലമായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കവേർഡ് കാർ പാർക്കിംഗ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് 2 വണ്ടി അനായാസേനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ വന്നിട്ടുള്ളത്. ഈ സൈഡിലേക്ക് നമുക്ക് 2-3 വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന അതിവിപുലമായിട്ടുള്ള ഒരു നല്ലൊരു കാർ പാർക്കിംഗ് ഏരിയ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്കിവിടെ എത്തിയപ്പോൾ എനിക്കിവിടെ ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലൊക്കേഷനാണ് കേട്ടോ. ഒരു അടിപൊളി ഒരു ആംബിയൻസ് ലൊക്കേഷൻ, നല്ല കാറ്റും വെളിച്ചവും എയർ സർക്കുലേഷനൊക്കെ കൊണ്ട് നമുക്കൊരിക്കലും ഒരു ക്ഷീണം തോന്നാത്ത നല്ല പോസിറ്റീവ് എനർജി മാത്രം തരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നിങ്ങൾ എന്തെങ്കിലും ഈ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവും. അകത്തേക്ക് കയറുമ്പോൾ ഗാർഡനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു ഗാർഡനിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് എന്തൊരു ഡിസ്റ്റർബൻസ് ആകുന്ന രീതിയിലൊന്നുമല്ല, വളരെ നീറ്റും ക്ലീനുമായിട്ട് പരിപാലിച്ച് കൊണ്ടുപോകുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ ഗാർഡനിങ് ഏരിയ. അതിൽ നല്ലൊരു കോട്ടൂക്കണം മാവ് ഫ്രണ്ടിലേക്കുണ്ട്. ഈ സൈഡിലേക്ക് അത്യാവശ്യം നല്ല ഗാർഡനിങ്ങും ആ സൈഡിലേക്കും അത്യാവശ്യം ഗാർഡനിങ് ഏരിയ എല്ലാം തന്നെയുണ്ട്. നമുക്ക് കാർ പാർക്കിംഗ് നേരത്തെ പറഞ്ഞ പോലെ നല്ല വലിപ്പമുള്ള കാർ പാർക്കിംഗ് ഏരിയയാണ്. എല്ലാ സൈഡിലേക്കും നടന്നു പോകാനായിട്ടുള്ള പൂർണ്ണമായും വാസ്തുപ്രകാരം നിർമ്മിച്ചിട്ടുള്ള പടിഞ്ഞാറ് ദർശനം. അതായത് ഇവിടെ കണ്ട ഈ കാണുന്ന കാറ്റാണ് ഇവിടുത്തെ ഹൈലൈറ്റ് കേട്ടോ. നല്ല ഒന്നാന്തരം കരഭൂമിയായിട്ടുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. പോകാം വിശേഷങ്ങളിലേക്ക്. നമുക്ക് അകത്തെ വിശേഷങ്ങളും കാണാം. അകത്തേക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് സിറ്റ് ഔട്ട് ഏരിയയൊക്കെ നല്ല ഓപ്പൺ ആയിട്ടുള്ള രീതിയിലേക്കാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത് കണ്ടോ. എന്ന് വെച്ചാൽ നല്ല വൈഡായിട്ടും നല്ല ഓപ്പൺ ഏരിയ ആയിട്ടുള്ള പ്രീമിയം വീട് ആഗ്രഹിക്കുന്നവർക്ക് അക്ഷരാർത്ഥം നമുക്ക് പൂർണ്ണമായും 100% ഞാൻ ഉറപ്പ് പറയും നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇടക്കാലങ്ങളിൽ വന്നതിൽ വെച്ച് ഏറ്റവും നല്ല പ്രോപ്പർട്ടി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി കൂടിയാണ് ഈ പ്രോപ്പർട്ടി. അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന ഫർണിച്ചറുകൾ എല്ലാം കൂടി ഇൻക്ലൂഡിങ് ഫർണിച്ചർ ഉൾപ്പെടെയാണ് ഈ പ്രോപ്പർട്ടി വിൽക്കാൻ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന എന്തൊക്കെ മെറ്റീരിയൽസ് ആണോ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വിൽക്കാനായിട്ടാണ് നോക്കുന്നത്. കർട്ടനിങ് ആയാലും ഫർണിച്ചർ ആയാലും അതുപോലെ തന്നെ ഇലക്ട്രിക്സ് ആയിട്ടുള്ള കാര്യങ്ങളായാലും എല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ് പുള്ളി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന തടികളെല്ലാം തന്നെ തേക്കും തടി നിർമ്മിച്ചിട്ടുള്ള ഫർണിച്ചർ കൂടിയിട്ടാണ് കേട്ടോ. ഹോൾ ഏരിയ ലിവിങ് സ്പേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല പീസ്ഫുള്ളായിട്ടുള്ള ലിവിങ് സ്പേസ്. നമ്മളെ മനസ്സിനൊക്കെ വളരെ രീതിയിൽ നല്ല എന്തെങ്കിലും ഒരു എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷൻ ഇല്ല. അതാണ് കേസ്. ഒരു വീട്ടിൽ കയറുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി നമ്മൾ ഫീൽ ചെയ്യും. എല്ലാവർക്കും നമുക്കറിയാം ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ നമുക്ക് കുറേ പോസിറ്റീവ് എനർജി ഉള്ള വീടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു അങ്ങനെ നമുക്ക് മൈൻഡ് ആ രീതിയിലേക്ക് വരുന്ന രീതിയിലേക്കാണ് ഈ വീട്ടിലേക്ക് കയറിയത്. കാരണം അത്രമാത്രം വെട്ടവും വെളിച്ചവും കിട്ടുന്നു, എയർ സർക്കുലേഷൻ കിട്ടുന്നു, നല്ല കരഭൂമിയായിട്ടുള്ള സ്ഥലം, സ്ക്വയർ ആയിട്ടുള്ള പ്ലോട്ട്, നല്ല വാഹന സൗകര്യമുള്ളത്, വാഹനങ്ങൾ വരാനായിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള റോഡ്, മെയിൻ റോഡിൽ നിന്നും വെറും 400 മീറ്റർ മാത്രമേ ഇതിനകത്തേക്കുള്ളൂ എന്നൊക്കെ ആ ഒരു വീടെന്ന സ്വപ്നം കാണുന്നവർക്ക് പൂർണ്ണമായും മേടിക്കുക. ഞാനിത് കുറച്ച് കൂടി പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം വർത്തമാനത്തിൽ കാരണം ആ വീട് കാണുമ്പോൾ നല്ല സാധനങ്ങൾ നമ്മൾ എപ്പോഴും നല്ലതെന്ന് തന്നെ പറഞ്ഞു പോകണമെന്നുള്ളതുകൊണ്ടാണ്. ഈ സൈഡിലേക്ക് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ടേബിൾ ഏകദേശം 6 പേർക്ക് അനായാസനം ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഡൈനിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ സോക്കേഴ്സ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആ സൈഡിലേക്ക് നമുക്ക് വാഷ് ബേസിൻ്റെ ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ പുള്ളി ബ്രാൻഡ് സാധനങ്ങൾ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് യാതൊരു ടെൻഷനും വേണ്ട. നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് എന്നതിൽ യാതൊരു സംശയമില്ലാത്ത പ്രോപ്പർട്ടി. താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂം, 4 ബെഡ്റൂം കൂടിയിട്ടാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ
നമുക്ക് ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വലിപ്പമുള്ള നല്ല വ്യത്യസ്തമാർന്നിട്ടുള്ള ബെഡ്റൂം സൈസായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം കിട്ടുന്ന എല്ലാ ബെഡ്റൂമുകളും കൊടുത്തിട്ടുള്ളത്. ഇനി അതിനകത്ത് കബോർഡ്സുകളായാലും അതൊക്കെ ഒരു പ്രീമിയം രീതിയിൽ തന്നെയാണ് എല്ലാ കബോർഡ്സ് വർക്കുകളും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിനി കൂടുതൽ വർക്കുകൾ ചെയ്തോ അല്ലെങ്കിൽ കൂടുതൽ മെയിൻ്റനൻസ് ചെയ്തോ അല്ലെങ്കിൽ കൂടുതൽ എക്സ്പെൻസോ ഒന്നും ആവശ്യമില്ല. നമുക്ക് വരാം. അതുപോലെ എല്ലാ ഈ കാണുന്ന ഫർണിച്ചറുകളെല്ലാം തന്നെ ഇൻക്ലൂഡിംഗ് ആയി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു വീട് മേടിച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കയറി താമസിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം വന്നിരിക്കുന്നത്. ബാത്റൂമുകളെല്ലാം തന്നെ എല്ലാം ഇന്നത്തെ ഒരു ആധുനിക രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി റിനോവേഷനോ കാര്യങ്ങൾക്കോ യാതൊരു വിധമില്ല. കംപ്ലീറ്റ് ആയിട്ട് നല്ല വൈഡ് ആയിട്ടുള്ള ബാത്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ക്ലോസറ്റ് ആയാലോ അതുപോലെ തന്നെ പിന്നെ വാഷ് ബേസിനായാലോ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ് ആയാലോ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തെ സ്പേഷ്യസിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. ഇന്നത്തെ മോഡേൺ രീതിയിലുള്ള വീടുകൾ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ല പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. താഴത്തെ ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും സ്പേഷ്യസിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസില്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ ആവശ്യം പോലെ സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നിർമ്മാണ രീതി എന്തുകൊണ്ടും വളരെ നന്നായിട്ടുണ്ട്. കാരണം നമുക്ക് മാക്സിമം സ്പേഷ്യസ് അതല്ലെങ്കിൽ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിർമ്മാണം നിന്നിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നമുക്ക് ഡ്രസ്സിംഗ് ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെയും നമുക്ക് ധാരാളം സാധനങ്ങൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ഉള്ള എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിട്ടുണ്ട്. മിററും അതുപോലെ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ആ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിൻ്റെ സൈസ് ആയാലും നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസ്, നല്ല പ്രീമിയം ആയിട്ടുള്ള എല്ലാ കമ്പനി ഫിറ്റിങ്സിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലായിടത്തും തന്നെ ഹീറ്ററും അതുപോലെ തന്നെ എല്ലാ രീതിയിലേക്ക് സോളാർ ഹീറ്റർ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു രീതിയിലുള്ള അതർ എക്സ്പെൻസിനും ചാൻസ് ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് കയറുമ്പോൾ കിച്ചണൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിലേക്കാണ് ഇതിൻ്റെ കിച്ചൻ്റെ ഡിസൈൻ രീതിയൊക്കെ വന്നിട്ടുള്ളത്. നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ ആവശ്യത്തിൽ കവിഞ്ഞുള്ള സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഫ്രിഡ്ജുണ്ട്, ചിമ്മിനിയുണ്ട്, അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുകൾ എല്ലാം തന്നെ ഇതൊന്നും അധികം ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അത്ര ഉപയോഗിക്കാത്ത നല്ല ബ്രാൻഡായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഈ നമുക്ക് ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള കിച്ചണായിട്ട് തോന്നേണ്ട നമുക്ക് സ്റ്റോറേജ് ആയിട്ടുള്ള ഒരു ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സെർവൻറ്റ് ബാത്റൂമുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെർവൻറ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവർ കിടക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ സ്വന്തം ആവശ്യത്തിന് പ്രോപ്പർട്ടി വയ്ക്കുന്ന ആ പ്രോപ്പർട്ടിയിൽ നമുക്ക് കയറുമ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ മനസ്സിന് ഒരു കുളിർമ തന്നെ കൊണ്ടും അത് ആ ഒരു രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇങ്ങനെയുള്ള പ്രോപ്പർട്ടി ചെയ്യാനാണ് നമുക്കും ആഗ്രഹം. പക്ഷേ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടി വളരെ റെയറായിട്ട് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ കിച്ചണിൽ നിന്ന് നമുക്കൊരു വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുന്ന വർക്ക് ഏരിയ ആയാലും നല്ല മനോഹരമായിട്ടുള്ളൊരു വർക്ക് ഏരിയ, നല്ല സ്പേസ് കിട്ടുന്ന നല്ലൊരു വർക്ക് ഏരിയ. അവിടെയും നമുക്ക് എക്സ്ട്രാ ഒരു സ്റ്റൗവും അതുപോലെയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്കും കബോർഡ്സ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് നമുക്ക് ഇറങ്ങാനായിട്ടൊരു വാതിൽ കൊടുത്തിട്ടുണ്ട്. ആ വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങുമ്പോഴും നല്ല മനോഹരമായ കാഴ്ചകൾ, ഒരു നാച്ചുറൽ ലുക്കിലാണ് ഈ വീട് ഏരിയയിലേക്കാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ മോസ്കിറ്റോയൊക്കെ എല്ലാ ഭാഗത്തേക്കും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനൊന്നും ഇനി നമുക്ക് ഈ ബാക്ക് സൈഡ് ആയാലും നല്ല വൃത്തിയും നീറ്റുമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് എല്ലാം ഷീറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ശരിക്കും ഫാനിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സൈഡിൽ നിന്ന് വരുന്ന നല്ല കാറ്റാണ് കണ്ടില്ല. ബാക്കിലും ഫ്രണ്ടിലും ഇവിടുത്തെ കാറ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിലും കൂടി ഞാൻ കവർ ചെയ്യുന്ന വെച്ചാൽ എല്ലാ പോസ്റ്ററും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ നമ്മൾ ഫുൾ വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നല്ല കറിവേപ്പിലയുണ്ട്, അതുപോലെ തന്നെ ഒരു മൂട് തെങ്ങുണ്ട്, അതുപോലെ തന്നെ പപ്പായ മരമുണ്ട്. ഇവിടെ നല്ല മനോഹരമായിട്ടുള്ളൊരു കിണറുണ്ട്. നല്ല പ്യൂർ വാട്ടറാണ് കേട്ടോ. വേറെ ഓരംശമുള്ള വെള്ളമൊന്നുമല്ല. നല്ല ഫുള്ളായിട്ടും ഉറയിട്ടിട്ടുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള നല്ല കണ്ണീര് പോലത്തെ വെള്ളമാണ് ഇവിടെ കിട്ടുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം ഓൾറെഡി ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതാ കണ്ടില്ലേ, ലൈറ്റിൻ്റെ ആവശ്യം നല്ല സൂര്യപ്രകാശം നമുക്ക് ഏകദേശം ഹാളിൽ വരെ നമുക്ക് ഡൈനിങ്ങിന് തന്നെ എത്തുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ പാറ്റേൺ വന്നത്. അതുപോലെ തന്നെ ബാത്റൂം സൈസിലൊക്കെ നമുക്ക് നല്ല രീതിയിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലേക്ക് ഇതിനോട് വ്യത്യസ്തമായ ഒരുപാട് കൺസ്ട്രക്ഷൻ പാറ്റേൺ ഇവരകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലോർ കംപ്ലീറ്റും ഗ്രാനൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽ കംപ്ലീറ്റും തേക്കും തടിയും അതുപോലെ തന്നെ ഗ്ലാസ് പാറ്റേണാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഉപയോഗിക്കുന്ന തടികളെല്ലാം തന്നെ തേക്കും തടിയും വയലറ്റും ആണ് ഇതിൽ കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് ചെല്ലുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു അടിപൊളി ഒരു ഹോൾ ഏരിയയിലേക്കാണ് ചെല്ലുന്നത്. ഹോൾ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല പോസിറ്റീവ് വൈബ് തരുന്ന രീതിയിലേക്കുള്ള ഒരു അടിപൊളി ഹോൾ ഏരിയ, എൽ മോഡലിലെ ഹോൾ ഏരിയ. ഈ സൈഡിലേക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഹോൾ ഏരിയ. ഈ സൈഡിലേക്ക് നമുക്ക് ലിവിങ് സ്പേസ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ TV യൂണിറ്റോ സെറ്റിയോ ഒക്കെ ഇട്ട് നമുക്ക് നിൽക്കാൻ പറ്റും.
ആ രീതിയിലേക്കാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ വന്നിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിലൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിലേക്ക് സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം. നല്ലൊരു പ്രീമിയം വുഡൻ ഫ്രെയിമിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് ഡ്രസ്സിംഗ് ടേബിൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയാണ് എന്തുവാ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിനകത്ത് കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി തരുന്ന രീതിയിലേക്കാണ് കേട്ടോ. നാച്ചുറൽ ഘട്ടത്തിൽ നിന്ന് നമുക്ക് കുളിക്കാനും അതുപോലെ തന്നെ നമ്മുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം സാധിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്കൊരു അടിപൊളി ഒരു ടോയ്ലറ്റ് സൗകര്യം അല്ലെങ്കിൽ ബാത്റൂം സൗകര്യമാണ് കൊടുത്തിട്ടുള്ളത്. ടൈലുകളെല്ലാം തന്നെ മോഡേൺ ടൈലുകളാണ് കൊടുത്തിട്ടുള്ളത്. ഫിറ്റിങ്സുകളെല്ലാം തന്നെ ജാഗുവറും അതുപോലെ തന്നെ ബ്രാൻഡ് സാധനങ്ങൾ മാത്രം തന്നെയാണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും ശരിക്കും ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെയാണ് എല്ലാ ബെഡ്റൂമിലെയും നേരത്തെ പറഞ്ഞ പോലെ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിൽ നിന്ന് യാതൊരു കോംപ്രമൈസും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസുകൾ തന്നെ ഫുള്ളായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാത്റൂമിലേക്ക് കയറുമ്പോഴും നല്ല വൈഡ് ആയിട്ടുള്ള ബാത്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുൻപ് കണ്ട ബെഡ്റൂമിൻ്റെ ബാത്റൂമിൻ്റെ അതേ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പർഗോള കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഒരു ലൈറ്റ്സിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. നല്ല രീതിയിലോട്ടുള്ള ഒരു എന്താ പറയുക ഒരു സൂര്യപ്രകാശമൊക്കെ കടന്നു പോകുന്ന രീതിയിലേക്കുള്ള ഒരു ബാത്റൂം സൈസ്, അതൊക്കെ വളരെ മനോഹരമായിട്ട് ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഡിസൈൻ ആയാലും നല്ല വളരെ രീതിയിലേക്കുള്ള എല്ലാ ബ്രാൻഡ് സാധനങ്ങളും ഞാൻ എപ്പോഴും എടുത്തെടുത്ത് പറയുന്നില്ല. നല്ല ക്വാളിറ്റി സാധനത്തിൽ ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ലാന്ന് നമുക്ക് അക്ഷരത്തിൽ മനസ്സിലാവുന്ന ഒരു വീടാണ് ഈ വീടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ നമുക്ക് ബാൽക്കണി ഏരിയയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അതാ കണ്ടില്ലേ എന്തോരം കാറ്റാണ് നോക്കിയത്. ബാൽക്കണി ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വൈഡ് ആയിട്ടൊരു ബാൽക്കണി ഏരിയ. അതുപോലെ തന്നെ അവിടെയും നല്ല രീതിയിലുള്ള പീസ്ഫുൾ ആയിട്ടുള്ള എയർ സർക്കുലേഷനും അതുപോലെ തന്നെ വെട്ടവും വെളിച്ചവും തരുന്ന രീതിയിലേക്കുള്ള ഒരു ഗ്ലാസ് പാറ്റേൺ ആയിട്ടുള്ള ഒരു റൂഫിംഗ് സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ സൈഡിലേക്ക് കൊടുത്തിരിക്കുന്ന വിൻഡോകളെല്ലാം തന്നെ തേക്കിൻ്റെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൊക്കേഷനാണ് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് അല്പം മാറിയിട്ടാണെങ്കിലും ഈ ഒരു ഏരിയക്കകത്ത് അതിൻ്റേതായ ഒരു വൈബുണ്ട്. ശരിക്കും ഒരു എന്താ പറയുക വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഏരിയ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ഉണ്ട്. കാർ പാർക്കിംഗ് നമുക്ക് ഇവിടെ നിന്നുള്ള വിഷ്വലും കൂടെ കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള നല്ല ഒന്നാം റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയ ആണ്. പക്ഷേ ഇവിടുത്തെ ഏരിയയുടെ എന്ന് പറഞ്ഞാൽ ഈ 2 സെൻറ്റ് 3 സെൻറ്റുള്ള വീടുകളല്ല കൂടുതൽ. ഈ വീട് വെച്ചിരിക്കുന്ന എല്ലാവരും തന്നെ ഒരു 10 സെൻറ്റ് 15 സെൻറ്റ് 8 സെൻറ്റ് അങ്ങനെ നല്ലൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയക്കകത്താണ് ഈ വീട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ടൈപ്പ് ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രൈവസി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കുള്ളൊരു ഫീലിങ്സും കൂടെ നമുക്കിതിൽ കിട്ടുന്നുണ്ട്. നമുക്കൊരു പീസ്ഫുൾ ഏരിയ എന്ന് പറയുന്നത് കണ്ട് ഈ ബാൽക്കണി ഏരിയയിലേക്ക് നിൽക്കുമ്പോൾ കണ്ടത് അതുകൊണ്ട് കണ്ടില്ലേ നല്ല അടിപൊളി ഒരു മാവ്, അതുപോലെ തന്നെ നമുക്ക് മുളം കാടുകളൊക്കെ വെച്ച് അതിൻ്റെ അടുത്തുള്ള ഒരു പ്രോപ്പർട്ടി ഏകദേശം ഒരു 50 സെൻറ്റോളം രീതിയിലേക്ക് ഒരു തറവാട് വീടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു മുളം കാടുമൊക്കെ വെച്ച് അതിൻ്റെ ഒരു പച്ചപ്പും അതുപോലെ തന്നെ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്രൈവസിയും ഒക്കെ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് ഈ ലൊക്കേഷൻ. മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് എന്നുള്ള രീതിയിലേക്ക് ഈ സൈഡിലേക്ക് നമുക്ക് വളരെ വൈഡ് ആയിട്ടുള്ളൊരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ നമുക്ക് ഷീറ്റ് ഇട്ട് കവേർഡായിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീൻ വെക്കാനും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ നമുക്ക് വാഷ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഉണങ്ങാനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ. ഇവിടുത്തെ ഒരു ലൊക്കേഷൻ കണ്ടോ നല്ല ഹൈ എൻഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് മുകളിൽ സ്റ്റെയറിലേക്ക് പോകാനായിട്ടുള്ള ഒരു സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ലൊക്കേഷൻ വരുന്നത് വട്ടിയൂർക്കാവ് കൊടുങ്ങാനൂർ ജംഗ്ഷനിൽ നിന്ന് വെറും 400 മെയിൻ റോഡിൽ നിന്ന് വെറും 400 മീറ്റർ മാത്രം മാറി നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജിലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. വൈഡ് റോഡ് എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് വരുന്ന പ്രോപ്പർട്ടിയാണ്. ഞാൻ പറഞ്ഞ 8 സെൻറ്റാണ് 2850 സ്ക്വയർ ഫീറ്റ് പൂർണ്ണമായും ചുടുകല്ലും തേക്കും തടിയിലും വയലറ്റ് വുഡിലും നിർമ്മിച്ചിട്ടുള്ള ബ്രാൻഡ് സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള വീടാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു. ഒരു ബാങ്ക് മാനേജർ റിട്ടയർഡ് ആയിട്ട് പുള്ളി തിരിച്ച് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആയതിൻ്റെ ബേസ് ചെയ്താണ് ഈ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെ ആയിട്ട് കൊടുക്കുന്നത്. ഇനി ബാങ്ക് ലോണ് ലീഗൽ ഡോക്യുമെൻറ്റ്സിന് യാതൊരു ടെൻഷൻ വേണ്ട. ഓൾറെഡി SBI ലോൺ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ലീഗൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നല്ലൊരു പ്രൈവസി ഫീൽ ചെയ്യുന്ന സ്ഥലത്ത് നല്ലൊരു വീടെന്ന സ്വപ്നം കാണുന്നവർക്ക് ബ്രാൻഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഇല്ലാതെ മേടിക്കാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഞാൻ 100% ഉറപ്പ് നിങ്ങൾക്ക് തരുന്നു. ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,49,00,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് വീഡിയോ കാണാൻ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുക.